എല്ലാവർക്കും +1 തുല്യതയുടെ മലയാളത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സിലബസാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. +1 മലയാളത്തിൻ്റെ സിലബസ് ചർച്ച ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. അപ്പോൾ സിലബസ് എന്താണെന്ന് ആദ്യം പരിചയപ്പെട്ടതിന് ശേഷം മാത്രം നമുക്ക് പാഠഭാഗങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയാണ്. ജ്ഞാനപ്പാനയെക്കുറിച്ചും പൂന്താനത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഭക്തകവികളിൽ ഒരാളായിരുന്നു പൂന്താനം. പൂന്താനത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് ജ്ഞാനപ്പാന. ഭക്തിയാണ് പൂന്താനത്തിൻ്റെ കവിതകളെ പൂന്തേനാക്കി തീർക്കുന്നത്. ഭക്തിയും തത്വചിന്തയും ഇടകലർന്ന ജ്ഞാനപ്പാനയിലെ ഒരു ഭാഗമാണ് നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത്. നിങ്ങൾ ജ്ഞാനപ്പാനയിലെ വരികളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? കണ്ട് കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ. ജ്ഞാനപ്പാനയിലെ ഈ വരികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. നമ്മൾ ചിലപ്പം ദൈനംദിന ജീവിതത്തിലൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും. പക്ഷേ ചിലപ്പോൾ നമുക്കറിയില്ല അത് ജ്ഞാനപ്പാനയിലെ വരികളാണെന്ന്. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിട്ട് തന്നെയായിരിക്കും നമ്മൾ പാടുന്നതുണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ ഒരു ഭക്തകവി എഴുതിയ ഒരു ഭക്തികാവ്യമാണ് ജ്ഞാനപ്പാന എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പാഠഭാഗം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനർഘ നിമിഷമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിനെ അറിയാത്തൊരു മലയാളികളും ഉണ്ടാവില്ല അല്ലേ? മലയാള സാഹിത്യത്തിലെ എക്കാലത്തെയും മഹാനായിട്ടുള്ള മികച്ച എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതെ, നമ്മുടെ കഥകളുടെ സുൽത്താൻ തന്നെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയാണ് അല്ലേ? കഥകളിലുടനീളം മനുഷ്യസ്നേഹവും അതുപോലെ തന്നെ നർമ്മവും ഒക്കെയാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ കഥകളുടെ മുഖമുദ്ര. കഥകളായാലും നോവലുകളായാലും ഇതിൻ്റെയൊക്കെ മുഖമുദ്ര എന്ന് പറയുന്നത്. പ്രേമലേഖനം വായിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ പാത്തുമ്മയുടെ ആട്, ഉച്ചിയിട്ട് കളിക്കാരൻ്റെ മകൾ എല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇനി നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ കവിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളെല്ലാം നമുക്ക് പരിചയപ്പെട്ടുകൊണ്ട് തന്നെ വേണം ക്ലാസ് മുന്നോട്ട് പോകാൻ. ഇനി മൂന്നാമത്തെ പാഠഭാഗം കിളിക്കൊഞ്ചലാണ്. ലീലാവതി ടീച്ചർ എഴുതിയ വള്ളത്തോളിൻ്റെ കവിതയായിട്ടുള്ള കിളിക്കൊഞ്ചലിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് മൂന്നാമത്തെ പാഠഭാഗം. ഇനി നാലാമത്തെ പാഠഭാഗം ഒരു കവിതയാണ്. കുമാരനാശാൻ്റെ ലീലയാണ് നമുക്ക് പഠിക്കാനുള്ളത്. കുമാരനാശാനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ആധുനിക കവിത്രയാണ് കുമാരനാശാൻ. അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് തത്വചിന്തകളാണ്. അതുപോലെ തന്നെ ജാതീയതയ്ക്കെതിരെ ഏറ്റവും കൂടുതലായിട്ട് തൻ്റെ കവിതകൾ ഉപയോഗിച്ച ഒരു കവി കൂടിയാണ് കുമാരനാശാൻ. മലയാള കവിതാ ചരിത്രത്തിലെ വഴിത്തിരിവായിട്ടുള്ള വീണപ്പൂവ് എഴുതിയത് കുമാരനാശാനാണ്. നിങ്ങൾ വീണപ്പൂവൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ചില വരികളും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. തുടക്കം തന്നെ എന്താണ് വീണപ്പൂവിൻ്റെ? ഹാ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ. ആശാൻ്റെ കാവ്യത്തിൽ അദ്വൈത ദർശനമുണ്ട്. അതുപോലെ തന്നെ ബുദ്ധദർശനത്തിൻ്റെ എല്ലാ പ്രഭാവങ്ങളും അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കുമാരനാശാനെക്കുറിച്ചും നമുക്ക് വരും ക്ലാസ്സുകളിൽ കൂടുതലായിട്ട് പരിചയപ്പെടാം. അഞ്ചാമത്തത് ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക്, TV കൊച്ചുബാവ. അദ്ദേഹത്തിൻ്റെ ഒരു നോവലിലെ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. വൃദ്ധസദനം എന്നുള്ള പ്രസ്തുത നോവലിലെ ആദ്യത്തെ അധ്യായമാണ് ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. വൃദ്ധസദനം എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ? ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? വൃദ്ധസദനം, തണലുകൾ നഷ്ടപ്പെടുന്ന വാർദ്ധക്യത്തിൻ്റെ ആശങ്കകളാണ് അദ്ദേഹം ഇവിടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പ്രസ്തുത നോവലായിട്ടുള്ള വൃദ്ധസദനത്തിലെ ആദ്യത്തെ അധ്യായമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇനി ആറാമത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു യാത്രാ വിവരണമാണ്. പൊരിച്ച മീനിൻ്റെ മന്ത്രവാദിനി. സക്കറിയയുടെ സഞ്ചാര സാഹിത്യമായിട്ടുള്ള ആഫ്രിക്കൻ യാത്രയിലെ ഒരു ചെറിയ ഭാഗമാണ് പൊരിച്ച മീനിൻ്റെ മന്ത്രവാദിനി. ദക്ഷിണാഫ്രിക്ക യാത്രയിൽ അദ്ദേഹം കണ്ട കാഴ്ചകളും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വായനക്കാരോട് സംവദിക്കുകയാണ് അല്ലേ? യാത്രാ വിവരണങ്ങൾ നമ്മൾ വായിക്കുന്നവർ പോലും ആ യാത്ര ചെയ്യുന്ന ഒരു അനുഭൂതി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ആറാമത്തെ യാത്രാ വിവരണമൊക്കെ കഴിഞ്ഞ് ഏഴാമത് നമ്മളൊരു തുള്ളൽ കൃതിയിലേക്കാണ് എത്തുന്നത്. കുഞ്ചൻ നമ്പ്യാരുടെ സഭാപ്രവേശം തുള്ളൽ. കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് നിങ്ങൾക്കറിയാം അല്ലേ?
നമ്മുടെ പ്രാചീന കവിത്രയത്തിൽപ്പെട്ട കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്, തുള്ളൽ ഉണ്ടാക്കിയത് കുഞ്ചൻ നമ്പ്യാരാണ്. പിന്നെ സഭാപ്രവേശം എന്ന് പറയുന്നത് വ്യാസഭാരതത്തിൽ നിന്നും സ്വീകരിച്ച ഒരു പ്രമേയമാണ്. ആ പ്രമേയത്തെ അടിസ്ഥാനമാക്കിയിട്ട് കുഞ്ചൻ നമ്പ്യാർ രചിച്ച തുള്ളലാണ് സഭാപ്രവേശം. ഈ സഭാപ്രവേശം ഒരു പറയൻ തുള്ളലാണ് കേട്ടോ. തുള്ളൽ വിഭാഗങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓട്ടൻ തുള്ളലുണ്ട്, ശീതങ്കൻ തുള്ളലുണ്ട്, പറയൻ തുള്ളലുണ്ട്. അപ്പോൾ ഈ പറയൻ തുള്ളലാണ് സഭാപ്രവേശം എന്ന് പറയുന്നത്. അങ്ങനെ തുള്ളലൊക്കെ കഴിഞ്ഞ് ഇനി 8ാമത്തെ പാഠഭാഗത്തേക്ക് പോകുമ്പോൾ വാസനാവികൃതിയാണ്. അത് ചെറുകഥയാണ്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ 1891 എഴുതിയ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ് വാസനാവികൃതി. അപ്പോൾ വാസനാവികൃതി തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, രാജശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരിൽ എന്നെപ്പോലെ ഭാഗ്യഹീനന്മാരായി മറ്റാരും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയാണ് ആ കഥ തുടങ്ങുന്നത്. അതായത് കഥാനായകൻ ആത്മകഥാപരമായിട്ടുള്ള രീതിയിലാണ് ഈ കഥ കൊണ്ടുപോകുന്നത്. അതായത് നമ്മൾ തന്നെ സംസാരിക്കുക. ആ കള്ളനാണ് ഇതിലെ കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ കള്ളൻ തൻ്റെ വ്യഥകൾ, സങ്കടങ്ങൾ പറയുന്ന രീതിയിലാണ് ആ കഥ മുന്നോട്ട് പോകുന്നത്. അതായത് മോഷണം തൊഴിലാക്കിയിട്ടുള്ള കള്ളൻ, മോഷണം തൊഴിലാക്കിയ ആളാണ് കള്ളൻ. അപ്പോൾ ആ കള്ളൻ രാജശിക്ഷ അനുഭവിക്കുകയാണ്. അപ്പോൾ അത് കള്ളൻ തന്നെ പറയുന്ന രീതിയിലാണ് ഈ കഥ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇനി 9ാമത്തെ പാഠഭാഗം വാക്കുകളാണ്. EV കൃഷ്ണപിള്ളയുടെ വാക്കുകൾ. ചിരിയും ചിന്തയും എന്നുള്ള ഉപന്യാസത്തിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ്. EV കൃഷ്ണപിള്ളയുടെ ചിരിയും ചിന്തയും എന്നുള്ളൊരു ഉപന്യാസ സമാഹാരമുണ്ട്. അതിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ് വാക്കുകൾ. ഈ വ്യാകരണം പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മലയാള ഭാഷയിൽ ഭാഷാപദങ്ങൾ തന്നെ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെയാണ് EV കൃഷ്ണപിള്ള പറയുന്നത്. ഇനി വ്യാകരണം എന്നൊന്നും കേട്ട് പേടിക്കേണ്ട. വളരെ ലളിതമായിട്ടുള്ള ഒരു ഉപന്യാസത്തിലൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പാഠഭാഗം എടുത്ത് പോകുമ്പോൾ തന്നെ നമുക്കത് വിശദീകരിച്ച് അതിനെക്കുറിച്ച് പഠിക്കാം. ഇനി 10ാമത്തെ പാഠഭാഗം അനുകമ്പാദശകം. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് അനുകമ്പാദശകം. കേരളീയ നവോത്ഥാന നായകൻ അഥവാ കേരളത്തിൻ്റെ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു, അല്ലേ? ഗുരുദേവൻ്റെ ദർശനങ്ങൾ തന്നെയാണ് അനുകമ്പാദശകത്തിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ശ്രദ്ധേയമായിട്ടുള്ള കൃതിയാണ് അനുകമ്പാദശകം. അദ്ദേഹം നമ്മളോട് പറയുന്നത് എന്താണ്? അറിവാണ് ഇരുട്ടിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നത് എന്നാണ്. നമ്മളിപ്പോഴും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഈ ഇരുട്ടിൽ നിന്നൊരു മോചനം വേണം എന്നുള്ളത് കൊണ്ടാണല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു കൃതിയാണ്, ശ്രദ്ധേയമായിട്ടുള്ള കൃതിയാണ് അനുകമ്പാദശകം. അതിലൊരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇനി 11ാമത് വീണ്ടും നമുക്കൊരു കവിതയാണ് പഠിക്കാനുള്ളത്. വൈലോപ്പിള്ളിയുടെ ഉജ്ജ്വലമുഹൂർത്തം. വാൽമീകി രാമായണത്തിലെ കഥാസന്ദർഭത്തെ അടിസ്ഥാനമാക്കി വൈലോപ്പിള്ളി എഴുതിയ ഒരു കവിതയാണ് ഉജ്ജ്വലമുഹൂർത്തം. ഇത് വിട എന്നുള്ള കവിതാ സമാഹാരത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി 12ാമത്തത് നമുക്കൊരു ഫെമിനിസ്റ്റ് കഥയാണ് പഠിക്കാനുള്ളത്. ശ്രീ ഭഗവതി. ഗീതാഹിരണ്യൻ്റെയാണ് ഈ കഥ. ഗീതാഹിരണ്യനൊക്കെ ചിലപ്പം ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും, കേട്ടവരുണ്ടായിരിക്കും. ഈ പെണ്ണെഴുത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അല്ലേ? പഴയ കാലത്തൊക്കെ ഏറ്റവും കൂടുതലായിട്ട് സാഹിത്യത്തിലുണ്ടായിരുന്നത് പുരുഷന്മാരായിരുന്നു, അല്ലേ? കവിതകളും കഥകളും എല്ലാം കൂടുതലായിട്ടും എഴുതിയിരുന്നത് പുരുഷന്മാരായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ അതിലേക്ക് കടന്നു വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ സ്ത്രീകളുടെ എഴുത്തിനെ നമ്മളൊരു പെണ്ണെഴുത്ത് എന്നുള്ളൊരു സാഹിത്യശാഖയായിട്ട് എന്താ പറയുക, ഒരു രൂപം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീടുകളിൽ കുടിയിരുത്തപ്പെട്ട ഭഗവതിമാരുടെ ചെറിയ സങ്കടങ്ങളും വലിയ ദുഃഖങ്ങളും അവതരിപ്പിക്കുന്ന ഒരു കഥയാണ് ശ്രീ ഭഗവതി. ഈ ഭഗവതി അപ്പോൾ ആരാന്ന് മനസ്സിലായില്ലേ, അല്ലേ? വീടുകളിൽ കുടിയിരുത്തപ്പെട്ട ഭഗവതിമാരെന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമ്മൾ സ്ത്രീകളെ കുറിച്ചാണ് ആ പറയുന്നത്. ഇനി 13ാമത്തെ പാഠഭാഗം രമണനാണ്. രമണൻ കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. രമണനെയും അതുപോലെ തന്നെ ചങ്ങമ്പുഴയും, അല്ലേ? അന്നത്തെ കാലത്തെ യുവാക്കളുടെ ഒരു ഹരം കൊള്ളിച്ചിട്ടുള്ളൊരു കവിയായിരുന്നു ചങ്ങമ്പുഴ. അപ്പോൾ ചങ്ങമ്പുഴയുടെ രമണനെക്കുറിച്ച് പ്രൊഫസർ MK സാനു എഴുതിയിട്ടുള്ളൊരു പഠനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. MK സാനു ഇപ്പം അടുത്ത് മരിച്ചു, അല്ലേ? നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ MK സാനു രമണനെക്കുറിച്ച്, ചങ്ങമ്പുഴയുടെ രമണനെക്കുറിച്ച് നടത്തിയൊരു പഠനമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. മലയാള കവിതയിലെ കാൽപ്പനിക വസന്തം വിരിയിച്ച ചങ്ങമ്പുഴയെക്കുറിച്ച് MK സാനു ഇവിടെ പഠിക്കുകയാണ്. അദ്ദേഹം ഒരു ജനകീയ കവിയാണ്. MK സാനുവിൻ്റെ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം അതിലുള്ളൊരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്.
ഇനി 14ാമത്തെ പാഠഭാഗം മലയാളത്തിൻ്റെ വേര്, മുണ്ടശ്ശേരിയുടെ ഒരു കൃതിയാണ്. അതാണ് ഏറ്റവും അവസാനത്തെ പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ കഥയെക്കുറിച്ചും കവിതകളെക്കുറിച്ചും സഞ്ചാര സാഹിത്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. അത് എഴുതിയ കവികളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും. വായിച്ചു പോവുക അല്ലെങ്കിൽ ഒരു ക്ലാസ് മാത്രം എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശേഖരിക്കാനുണ്ടാവും, നമ്മുടെ അറിവിലേക്ക് കൊണ്ടുവരാനുണ്ടാവും. അങ്ങനെ ഒരു ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടുമല്ലോ. അപ്പം ബഷീറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ബഷീറിനെ കുറിച്ച് ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടും അല്ലേ. ബഷീർ പ്രഭ എന്നുള്ള തൂലികാനാമത്തിൽ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ ചിലപ്പം ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും, ചിലപ്പോൾ അത് കേട്ടവരുണ്ടായിരിക്കാം. അപ്പോൾ പുതിയ പുതിയ അറിവുകൾ നമുക്ക് ഈ ക്ലാസ്സിലൂടെ നമുക്ക് ശേഖരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോ ക്ലാസ്സിലും വിശദീകരിച്ച് പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയേ ഉള്ളൂ. സിലബസ് ഒരു അവലോകനം നടത്തുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം. അങ്ങനെ സംശയങ്ങളൊക്കെ ചോദിച്ച് അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. ഇനി ക്ലാസ്സുകൾ ഓരോന്നായിട്ട് തുടങ്ങാം. തുടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ടോ അതെല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇന്ന് നമുക്ക് ഈ സിലബസ് അവലോകനം മാത്രമേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ പുതിയ പുതിയ ക്ലാസ്സുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി.